നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബഹുദൂരം മുന്നേറി ഇടത് സ്ഥാനാർത്ഥികൾ. റോഡ് ഷോയ്ക്കും റാലികൾക്കും പിന്നാലെ സ്ഥാനാർത്ഥികൾ ഭവന സന്ദർശനത്തിലേക്ക് കടന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സ്ഥാനാർത്ഥി നിർണയം പോലും പൂർത്തിയാക്കാനാകാതെ കുഴങ്ങിയിരിക്കുകയാണ് UDF NDA മുന്നണികൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പൂർത്തിയാക്കി പ്രചരണത്തിൽ കാതങ്ങൾ മുന്നിലെത്തിക്കഴിഞ്ഞു ഇടത് സ്ഥാനാർത്ഥികൾ. ആദ്യ ദിവസങ്ങളിൽ റോഡ് ഷോയും റാലികളും പൂർത്തിയാക്കി ഭവന സന്ദർശനത്തിലേക്ക് കടന്നിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. 10 വർഷം പൂർത്തിയാക്കുന്ന ഇടത് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാണ് ഓരോ സ്ഥാനാർത്ഥിയും വോട്ട് തേടുന്നത്. കേരളത്തിന്റെ വികസനം തുടരാൻ ഭരണ തുടർച്ച അനിവാര്യമെന്നാണ് വോട്ടർമാരോടുള്ള അഭ്യർത്ഥന. UDF-നും NDA-യ്ക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാൻ കഴിയാത്തതോടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏകപക്ഷീയമായ മുന്നേറ്റമാണ് ഇടത് സ്ഥാനാർത്ഥികൾക്കുള്ളത്. UDF-ൽ കോൺഗ്രസ് ആണ് നിലവിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ പോലും പൂർത്തിയാക്കാൻ കഴിയാതെ കുഴങ്ങുന്നത്. ഉയർന്നുവന്ന പേരുകളിൽ പലതും അംഗീകരിക്കില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വ്യക്തമാക്കി. പലയിടത്തും സ്വന്തം സ്ഥാനാർത്ഥികൾക്കെതിരെ പാളയത്തിൽ തന്നെ പട ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി ചർച്ചകളിലെ പോര് മറനീക്കി തെരുവിലേക്കെത്തിയതോടെ വലിയ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസിലെ തർക്കങ്ങളിൽ UDF-ലെ മറ്റ് ഘടകകക്ഷികളും അതൃപ്തി. കോൺഗ്രസിനെ കാത്തുനിൽക്കാതെ RSP കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാൻ NDA-യ്ക്കും കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് വന്നതോടെ അക്ഷരാർത്ഥത്തിൽ നിരായുധരായിരിക്കുകയാണ് പ്രതിപക്ഷ മുന്നണികൾ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.